നിലമ്പൂർ എടക്കര റൂട്ടിൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെച്ച തൊഴിലാളികൾ. KNG റോഡിലെ വെളിയന്തോട് കല്ലുങ്ക് നിർമ്മാണത്തെ തുടർന്ന് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികളുടെ സമരം. മുന്നറിയിപ്പില്ലാത്ത സമരത്തിൽ യാത്രക്കാർ വലഞ്ഞു. പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ വ്യാഴാഴ്ച രാവിലെ 11-ന് ഡിവൈഎസ്പി, ജോയിന്റ് RTO, തഹസിൽദാർ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുമെന്ന് സംയുക്ത ബസ് തൊഴിലാളി യൂണിയൻ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ ചന്തക്കുന്ന് വരെ സർവീസ് നിർത്തിവെച്ചത്. വെളിയന്തോട് കല്ലുങ്ക് നിർമ്മാണത്തെ തുടർന്ന് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിനാൽ യഥാസമയം സർവീസ് നടത്താനാവുന്നില്ലെന്നും ഏറെ നേരം വൈകി ഓടുന്നതിനാൽ വലിയ നഷ്ടം സംഭവിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് സംയുക്ത ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സർവീസ് നിർത്തിവെച്ചത്. എടക്കര ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിലമ്പൂരിലോ ചന്തക്കുന്നിലോ ആളെ ഇറക്കി സർവീസ് അവസാനിപ്പിക്കുകയായിരുന്നു. വലിയ വാഹനത്തിരക്കുള്ള കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിൽ മുന്നറിയിപ്പില്ലാതെയും ബദൽ സംവിധാനം ഒരുക്കാതെയും കല്ലുങ്ക് നിർമ്മാണം തുടങ്ങിയതാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്ന് സംയുക്ത ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു. റോഡ് കീറിയിട്ടേക്കുക 3 സ്ഥലത്താണ് റോഡ് കീറിയിട്ടേക്കുന്നത്. അത് IVയിലാണ് കീറിയിട്ട് ബദൽ സംവിധാനം കാണാതെയാണ് റോഡ് കീറിയിട്ടേക്കുന്നത്. അവിടെ 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ബ്ലോക്ക് പെട്ടുകൊണ്ടാണ് ബസ് സർവീസ് നടത്തുന്നത്. നിലമ്പൂർ, ചന്തക്കുന്ന്, എടവണ്ണ, മഞ്ചേരി ഭാഗത്തേക്ക് പോണ ബസ്സുകൾക്കൊന്നും സ്റ്റാൻഡ് കിട്ടണില്ല. റൂട്ടിൽ കൂടെ വെറുതെ ആളെയും കയറ്റും ഇറക്കും ചെയ്യാതെ കാലി പോവുകയാണ്. പെരിന്തൽമണ്ണക്ക് പോണ ബസ്സുകളും വൈക്കടവ്, എടക്കര, ഈ ചുങ്കത്ര, പോത്തല് ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ കാലി പോവുകയാണ്. ആളെ കയറ്റാതെയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അപ്പം ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് അധികമാണ്. ഇപ്പോൾ ഒരു ഓകാലം കൂടി കയറിയിട്ടുണ്ട്. അപ്പോൾ ആ കയറിയത് കൊണ്ട് ഇപ്പോൾ തീരെയും സർവീസ് നടത്താൻ കഴിയുന്നില്ല. അപ്പോൾ സർവീസ് നടത്തിയങ്ങാണ്ട് ആ സർവീസ് നടത്തുന്നതും ഞങ്ങൾ നിർത്തിയിടുന്നതും ഒരുപോലെയാണ്. ഞങ്ങളിപ്പോൾ തൽക്കാലം സർവീസ് നടത്തേണ്ട, നിലമ്പൂരിൻ്റെ അപ്പുറത്തേക്കുള്ള ബസ്സുകൾ സർവീസ് നടത്തണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഇന്നൊരു തീരുമാനം കണ്ടിട്ടില്ല. നാളെ ജോയിന്റ് RTO, CI, തഹസിൽദാർ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് വെച്ചങ്ങാണ്ട് തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തൊഴിലാളികൾ എടുത്ത തീരുമാനമായതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം പറയാൻ പറ്റൂല. അപ്പോൾ തൊഴിലാളികളോട് ആലോചിച്ചിട്ട് ഇതെന്താ അനിശ്ചിതകാലത്തേക്കാണ് ഇത് തീരുമാനമായിട്ടേ ഓടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്താ തീരുമാനം എന്നുള്ളത് നമുക്ക് ഗ്രൂപ്പിൽ സംസാരിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സമരം ഇതിനൊരു തീരുമാനം കണ്ടിട്ട് ഓടുന്നതും ഓടാതിരിക്കുന്നതും ഒരുപോലെയാണെന്നാണ് തൊഴിലാളികൾ മൊത്തം പറയുന്നത്. ഇപ്പോൾ മഞ്ചേരിയിൽ നിന്ന് വൈക്കടവിൽ നിന്ന് വരുന്ന ബസ്സുകൾ നിലമ്പൂർ കറക്റ്റ് ടൈമിന് എത്തിയിട്ടില്ല. നിലമ്പൂരിൽ നിന്ന് തുടങ്ങേണ്ട ബസ്സുകൾ മുന്നേക്ക് പോവുകയാണ്. അപ്പോൾ ഓടുന്നതും ഓടാതെ ഇരിക്കുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ട് ഓൾക്ക് ഓടിയിട്ടൊന്നും കാര്യമില്ല. വെറും കച്ചറി അടി മാത്രമേ നടക്കണുള്ളൂ. ഇത്രയും ഈ IVയിൽ 3 സ്ഥലങ്ങളിൽ കീറിയിട്ടത് ഒരു ബദൽ സംവിധാനം അത് പത്രത്തിൽ ഔട്ട് ചെയ്യാതെ പരസ്യം കൊടുക്കുക, എങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് അറിയിക്കുക ഒന്നും ചെയ്യാതെയാണ് ഇത് നടന്നത്. പിന്നെ ഇത് നിയന്ത്രിക്കാൻ ഒരു പോലീസോ അധികാരികളോ വന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്. ഇത്രയും വലിയ ബ്ലോക്ക് വന്നിട്ട് വെളിയന്തോട്ടിങ്ങനത്തെ ബ്ലോക്ക് ചന്തക്കുന്ന് വരെ മുട്ടുകയാണ്. ചന്തക്കുന്നുമെന്ന് ചില നേരത്ത് വണ്ടിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം മുന്നറിയിപ്പില്ലാതെ ബസ് സർവീസ് മുടങ്ങിയത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കി. നിലമ്പൂർ, ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡുകളിൽ നിരവധി യാത്രക്കാരാണ് കുടുങ്ങിയത്. KSRTC ആയിരുന്നു യാത്രക്കാരുടെ ആശ്രയം. നിലമ്പൂരിൽ നിന്നും എടക്കര ഭാഗത്തേക്കുള്ള KSRTCകളിൽ തിക്കിത്തിരക്കിയാണ് യാത്രക്കാർ കയറിയത്. KSRTC ഇല്ലാത്ത സമയത്ത് യാത്രക്കാർ ഏറെ നേരം കാത്തിരിക്കേണ്ടിയും വന്നു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വെളിയന്തോടിൽ നടക്കുന്ന കല്ലുങ്ക് നിർമ്മാണമാണ് സമരത്തിനിടയാക്കിയത്. ഏതാനും ദിവസങ്ങളായി ഇവിടെ 2 കല്ലുങ്കുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത് ഒരു കല്ലുങ്ക് കൂടി നിർമ്മാണം തുടങ്ങിയതോടെയാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത്. കല്ലുങ്ക് നിർമ്മാണം തുടങ്ങിയ ശേഷം ചന്തക്കുന്നിൽ നിന്നും തിരിഞ്ഞ് പാത്തിപ്പാറ വഴി കരിമ്പുഴയിൽ എത്തുന്ന നിലയിൽ സ്വകാര്യ ബസ്സുകളും മറ്റും സർവീസ് നടത്തിയിരുന്നെങ്കിലും ഏനാന്തിയിൽ റോഡ് നിർമ്മാണം തുടങ്ങിയതോടെ അതുവഴിയും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവുന്നില്ല. ഇതോടെയാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ സർവീസ് നിർത്തിവെക്കുവാൻ തീരുമാനിച്ചത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.